ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്ക് അസുഖമാണ്. ഒരു 3-4 ദിവസം ഇല്ല, ഒരു 3-4 മാസം കൊണ്ട് എൻ്റെ കൈകൾ ഫോൺ എടുക്കുമ്പോൾ നരമ്പ് ഇങ്ങനെ തടിച്ചു വരും. കുറച്ച് നേരം യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കുമില്ലേ ഫോണിൽ എപ്പോഴും. അപ്പോഴും തടിച്ച് നിന്ന് നെഞ്ചിനകത്ത് പിന്നെ നീർക്കെട്ട് വന്നു. ഒരു വേദന വന്ന് വയറ് വീർത്ത് വന്ന് വയറിലും തൊടുമ്പോൾ വേദന, നെഞ്ചിനകത്ത് വേദന, പിന്നെ ഇച്ചിരി തലകറക്കം, പിന്നീട് തലകറക്കവും വയറ് ഇങ്ങനെ പെരുകിയിരിക്കുകയാണ്. എന്നിട്ട് എനിക്കൊന്നും അറിയാൻ വയ്യ. ഞാൻ എൻ്റെ 10 വയസ്സിലും 12 വയസ്സിലും 18 വയസ്സിലും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറച്ചി എല്ലാം കഴിക്കുന്നത്. ഇറച്ചി മധുരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മധുരവും എരിയും അതെല്ലാം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. എനിക്കറിയത്തില്ലല്ലോ എന്തരാണ് സംഭവം എന്നറിയില്ല. ഓക്കെ, അങ്ങനെ ഇരുന്ന് അവസാനമാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ കണ്ട് എൻ്റെ വയറ് പെരുവിയിരുന്നു. അങ്ങനെ അവരെന്നെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ചെക്ക് ചെയ്ത് നോക്കി. ഒരു ബ്ലഡ് ടെസ്റ്റും പിന്നെ നമ്മുടെ അൾട്രാ സൗണ്ട് സ്കാനിങ്ങും ചെയ്ത് നോക്കി. പിന്നെ വെയിറ്റ് നോക്കിയപ്പോൾ 80 കിലോ. ഓൾറെഡി എനിക്ക് ഇച്ചിരി ബോൺ വെയിറ്റ് ഉള്ളതാണ്. ബട്ട് 80 കിലോ ഒന്നും എനിക്കായിട്ടില്ല. ആഫ്റ്റർ അവർ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഫാറ്റി ലിവർ സെക്കൻഡിലോട്ട് പോയിരിക്കുന്നു. സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുണ്ട്. ഫാറ്റി ലിവർ സെക്കൻഡ് സ്റ്റേജിലോട്ടായി പോയിട്ട് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് ഞാൻ നേരെ പോയി ഒരു ഫിസിഷ്യനാണ് ആദ്യം കണ്ടത്. ആഫ്റ്റർ ഇത്രയും നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി, സ്കാനിങ് ഒക്കെ നോക്കി വായിച്ചു നോക്കി, അതെല്ലാം നോക്കി എത്തിയപ്പോൾ എനിക്ക് തോന്നിയതല്ല, നമ്മൾ കാണേണ്ടവരെ കാണണ്ടേ. അപ്പോൾ ഞാൻ ഗ്യാസ്ട്രോയെ സമീപിച്ചു. എനിക്ക് വൈറ്റമിൻ ഡി ഇല്ല, ഇ ഇല്ല, ഒന്നുമില്ല. കാരണം വെയിൽ കൊള്ളുന്നത് എനിക്ക് ഇഷ്ടമല്ല. പണ്ടേ വെയിൽ കൊള്ളുന്നത് ഇഷ്ടമല്ല. ഞാൻ തണലത്തിരിക്കും. അപ്പോഴേ വീടിനകത്തുനിന്ന് വെളിയിലിറങ്ങത്തില്ല. പുറത്തിറങ്ങിയ ഓട്ടോറിക്ഷയിലല്ലാതെ സഞ്ചരിക്കാറില്ല. എപ്പോഴും ഫാൻ ഇട്ടുകൊണ്ടിരിക്കും. കണ്ണി കണ്ടതെല്ലാം കഴിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡെയിലി റൂട്ടീൻ. അങ്ങനെയാണ്. എനിക്ക് ശുദ്ധവായു കിട്ടുന്നില്ല. പുറത്തിറങ്ങി നടക്കണ്ടേ, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നില്ല. കണ്ണി കണ്ടതെല്ലാം കഴിക്കുന്നു. എൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. അല്ലാത്ത വീഡിയോ കണ്ടാലും അറിയാൻ പറ്റും. ഉള്ള ബിരിയാണിയും ഉള്ള ചോക്ലേറ്റും മുട്ടായിയൊക്കെ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ അനാരോഗ്യത്തിൻ്റെ വാതിലിലെത്തിയിരിക്കുകയാണ്. തല കറങ്ങി വീഴുന്നില്ല, തല കറങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ കറക്കം. വേറെ വല്ലവരും ആണെങ്കിൽ മറിഞ്ഞു വീഴും. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഗൈസ്, എല്ലാവരെയും ശ്രദ്ധിക്കണം. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല. പലരും വിചാരിക്കും നിസ്സാരമാണെന്ന്. നിസ്സാരമൊന്നുമല്ല. വയറെല്ലാം കൂടെ വീത്ത് വന്ന് ആകെ പേക്കോലം ആവും. അപ്പോൾ എല്ലാവരും ഈ ആരോഗ്യത്തിൻ്റെ പ്രശ്നം പറയാനാണ് ഞാൻ വന്നത്. അയ്യോ, എനിക്ക് ഇപ്പോഴേ തല കറങ്ങുന്നു. അപ്പോൾ ബൈ, വീണ്ടും കാണാം. എല്ലാവർക്കും ആരോഗ്യമാണ് ഏറ്റവും വലുത്. ആരോഗ്യം നമ്മൾ ജീവിച്ചിരുന്നാലല്ലേ കാശുണ്ടാക്കാൻ പറ്റൂ. ഈ ഉണ്ടാക്കിയ കാശെല്ലാം അങ്ങ് പോത്തില്ലേ. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസും ഹെൽത്ത് കാർഡും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും അതൊന്നും എടുത്തിട്ടില്ല. അത് എടുത്തവർക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ആയുഷ്കാലം അത് അടച്ചുകൊണ്ടിരിക്കേണ്ടത് കാരണം ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ കുറേ കാശൊക്കെ ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ. കൂടുതൽ പറയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തല കറങ്ങുന്നു. കാണുമ്പോൾ ഒന്നും തോന്നത്തില്ല രോഗമുണ്ടെന്ന്.